ഭാവി കേരളത്തിൻ്റെ 2 വാഗ്ദാനങ്ങൾ എന്ന് വേണമെങ്കിൽ സ്വരാജിനെക്കുറിച്ചും ചാണ്ടി ഉമ്മനെക്കുറിച്ചും നിസ്സംശയം പറയും. ചാണ്ടി ഉമ്മൻ ഉള്ള കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ, ഇല്ലാത്തൊരു കാര്യം പറയാറില്ല. രാഷ്ട്രീയമായിട്ടുള്ള ശത്രുത വെച്ചുകൊണ്ട് വായിൽ തോന്നുന്നു വിളിച്ച് പറയുന്നൊരു സമീപനം ചാണ്ടി ഉമ്മനില്ല. ഉമ്മൻചാണ്ടി ജനകീയനായിരുന്നു, 24 മണിക്കൂറും ജനങ്ങൾക്കിടയിൽ തന്നെയായിരുന്നു, പിന്നെ നിരന്തരമായി ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ആളാണ്, ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, ഒക്കെയാണ്. ചാണ്ടി ഉമ്മൻ അതിനപ്പുറം പറയേണ്ട ചില കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാനറിയാം. കാരണം ചാണ്ടി ഉമ്മനെ അറിയാം എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന്, എന്താണ് ഷാഫി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഈ സ്വരാജും ചാണ്ടി ഉമ്മനും 2 മുന്നണികളുടെയും തലപ്പത്ത് നിൽക്കുന്നതായിട്ട് വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്തു നോക്ക് സിബി. അതിൻ്റെ ഒരു സൗന്ദര്യം എന്തായിരിക്കും എന്നുള്ളത്. കാരണം വളരെ സർഗാത്മകമായ ഒരു രാഷ്ട്രീയമായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ തന്തയ്ക്ക് വിളികൾ ഉണ്ടാവത്തില്ല. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, ഈ പാലം കടക്കോളം നാരായണ, അത് കഴിഞ്ഞാൽ കൂരായണ എന്നൊരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇലക്ഷൻ വരെ പ്രതിപക്ഷത്തെ പല നേതാക്കന്മാരും വളരെ സജീവമായിട്ട് പല വിഷയങ്ങളിലും ഇടപെടുന്ന നമ്മൾ കണ്ടതാണ്. ഇലക്ഷന് ശേഷം നിതിൻ രാജ് എന്നൊരു മെഡിക്കൽ വിദ്യാർത്ഥി, ഒരു ദളിത് മെഡിക്കൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്നു. ജാതി വിവേചനത്തിൻ്റെ അവഗണനയുടെ ഒക്കെ ഭാഗമായിട്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. ആ കുട്ടി ആത്മഹത്യ ചെയ്തതിന് ശേഷം ആ കുട്ടിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്ന നേതാക്കന്മാരിൽ പ്രധാനി എന്ന് പറയാൻ സാധിക്കുക ഒരു ചാണ്ടി ഉമ്മൻ മാത്രമാണ്. ബാക്കിയുള്ള നേതാക്കന്മാരൊക്കെ എവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ പോലും നമുക്ക് സംശയമുണ്ട്. BJPയുടെ ഒരു നേതാക്കന്മാരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. സുരേഷ് ഗോപി മാത്രം ഒന്ന് വീട് ഭവനം സന്ദർശിച്ചായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റ് ഒരു നേതാക്കന്മാരും ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. KS കുറച്ച് സമരങ്ങളൊക്കെ ചെയ്തു, സത്യമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ നിതിൻ രാജിൻ്റെ വീട്ടിലേക്ക് എത്താനോ അവരുടെ മാതാപിതാക്കന്മാരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ചാണ്ടി ഉമ്മൻ ഒഴിച്ച് വേറെ ഒരു നേതാക്കന്മാരും തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഏറെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്നെനിക്ക് തോന്നുന്നു. എന്താണ് രാജൻഭായിക്ക് പറയാനുള്ളത്? അല്ല, ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഇതിലൊക്കെ പ്രതിപക്ഷമാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോഴും കാവൽ മന്ത്രിസഭ നിൽക്കുകയാണ്. ഇത് UDFന്റെ മന്ത്രിസഭയുടെ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേരളം കത്തും അക്ഷരാർത്ഥത്തിൽ. അത് ഇലക്ഷൻ കഴിഞ്ഞു എന്നുള്ളതൊന്നും വിഷയമാവത്തില്ല. ആ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ വിഷയത്തെ കൈകാര്യം ചെയ്യും. ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ വനവാസത്തിനല്ല വനത്തിലാണെന്നും പറഞ്ഞ് BD സതീശൻ കാട്ടിപ്പോയിരുന്നു. ബാക്കിയുള്ള ആൾക്കാർ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിലുള്ള ശ്രദ്ധയിലാണ്. കാരണം മുഖ്യമന്ത്രി ആരാവണം എന്നുള്ളതും അതിനുള്ള ക്യാമ്പയിനും അതേപോലെ തന്നെ മന്ത്രിമാരെ തീരുമാനിക്കലും കാര്യങ്ങളും ഒക്കെ കൂടെ ആയിട്ട് വോട്ടെണ്ണുന്നതിന് മുമ്പേ അതിനകത്തുള്ള അണിയറ പ്രവർത്തനങ്ങളിൽ ഇവരുടെ പ്രവർത്തകരും നേതാക്കന്മാരും എല്ലാം തകൃതിയായിട്ട് ലോബിയിങ് നടത്തിക്കൊണ്ടിരിക്കുകയായതുകൊണ്ട് തന്നെ അവർക്ക് പോകാൻ സമയമില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ചാണ്ടി ഉമ്മനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് കാലത്തെ കേരള രാഷ്ട്രീയത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 താരോദയങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. അതൊന്ന് CPMൻ്റെ ഭാഗത്ത് നിന്ന് M സ്വരാജ്, അതേപോലെ തന്നെ കോൺഗ്രസിനകത്തെ ചാണ്ടി ഉമ്മൻ. ഇത് രണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് പാർട്ടികൾക്കകത്ത് പകരം വെക്കാൻ ആളുകളില്ലാത്ത രീതിയിൽ, സമാനതകളില്ലാത്ത രീതിയിലുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ചാണ്ടി ഉമ്മനിലേക്ക് വരുന്നതിന് മുമ്പ് M സ്വരാജിൽ നിന്ന് തന്നെ തുടങ്ങാം. M സ്വരാജ് ഇപ്പോൾ നിലമ്പൂർ പരാജയപ്പെട്ടു, തൃപ്പൂണിത്തുറയിൽ 2021 പരാജയപ്പെട്ടു, 2016 ജയിച്ചെങ്കിലും എന്നൊക്കെയുള്ളതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പാർലമെൻ്ററി രാഷ്ട്രീയത്തിന് അനുയോജ്യനായ ഒരാളാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സ്വരാജിനെ നിർത്തുകയാണെങ്കിൽ മുമ്പൊരിക്കൽ പറഞ്ഞതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലേക്ക് ഏതെങ്കിലും ഉറച്ച കോട്ടകളിൽ കൊണ്ടുപോയി നിർത്തി അങ്ങനെ നിർത്തി വിജയിപ്പിക്കുക എന്നുള്ളതാണ് സ്വരാജിനെക്കുറിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സ്വരാജിൻ്റെ ചില രീതികൾക്കകത്തുണ്ടാവുന്ന ചില ഇതാണ് നിലപാടുകളുടെ വിഷയം മാത്രമല്ല അതിനകത്ത് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആവുന്നതുകൊണ്ട് കുഴപ്പമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പണ്ടങ്ങനെ ആയിരുന്നു സ്വരാജ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പണ്ടങ്ങനെ ആയിരുന്നു, ഫ്ലെക്സിബിൾ ആയിരുന്നു. പക്ഷേ ചാണ്ടി ഉമ്മനും സ്വരാജിനെയും തമ്മിൽ ബന്ധപ്പെടുത്തി പറയുമ്പം ചാണ്ടി ഉമ്മനും ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ചാണ്ടി ഉമ്മൻ്റെ ചില നിലപാടുകൾ ആലോചിച്ച് നോക്കണം. ഉമ്മൻചാണ്ടി നിലപാടെടുക്കേണ്ടടുത്ത് എടുത്തിട്ടുണ്ട്. അടവളമ്പൻ നിലപാടാണ്, അതും ശരി ഇതും ശരി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന രീതിയിൽ പുള്ളി കർക്കശമായി നിലപാടെടുക്കേണ്ട സമയത്ത് എടുത്തിട്ടുണ്ട്. 2004 ആന്റണിയും രാജിവെച്ച് മുഖ്യമന്ത്രി സ്ഥാനം ഉമ്മൻചാണ്ടിയെ ഏൽപ്പിക്കുമ്പോൾ ആദ്യം ചെയ്തത് TN ജേക്കബിനെയും ബാലകൃഷ്ണപിള്ളയും മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കുക ചെയ്തത്. കാരണം അവർ മുന്നണിക്കകത്തിരുന്നത് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കും. ഒരുപക്ഷെ കരുണാകരൻ പോലും അങ്ങനെ തൊഴുത്തിൽ കുത്തുണ്ടാക്കുന്നവരെ മാറ്റി നിർത്തിയിട്ടില്ല, കരുണാകരൻ പോലും. ആന്റണിക്ക് പിന്നെ ആരോടും ഒന്നുമില്ലല്ലോ, പൈശാചികമായി പോയി നിങ്ങൾ ചെയ്തതെന്ന് മാത്രമേ പറയുള്ളൂ. 2 വാക്കുകൾ അറിയുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിയെ ഗുഡ് ഫോർ നത്തിങ് എന്ന് ആൾക്കാർ പറയുന്ന ആളെ കൊണ്ട് ദോഷമൊന്നുമില്ല, പക്ഷേ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നുള്ള അവസ്ഥയിലാണ്. പക്ഷേ ചാണ്ടി ഉമ്മൻ എൻ്റെ അഭിപ്രായത്തിൽ ഉമ്മൻചാണ്ടിക്കില്ലാത്ത കുറേ ഗുണങ്ങളും കൂടിയുണ്ട്. ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി ഒരിക്കലും നല്ല ഒറേറ്റർ ആയിരുന്നില്ല. കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് അവതരിക്കുക, നല്ല പ്രസൻറ്ററും ആയിരുന്നില്ല വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിനകത്ത്. ഉമ്മൻചാണ്ടി ജനകീയനായിരുന്നു, 24 മണിക്കൂറും ജനങ്ങൾക്കിടയിൽ തന്നെയായിരുന്നു, നിരന്തരമായി ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ആളാണ്, ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, ഒക്കെയാണ്. ചാണ്ടി ഉമ്മൻ അതിനപ്പുറം പറയേണ്ട ചില കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാനറിയാം. ചാണ്ടി ഉമ്മൻ്റെ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, റിപ്പോർട്ട്
റിപ്പോർട്ടർ TV പിന്നെ ബഹിഷ്കരിക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ നേതൃത്വം തീരുമാനിച്ചു ഒരു ഘട്ടത്തിൽ. ആ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനോട് അടുപ്പിച്ചുള്ള സമയത്ത് റിപ്പോർട്ടർ TV ബഹിഷ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ റിപ്പോർട്ടർ TVയുടെ എന്താ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് പരിപാടി ഒന്നുണ്ടോ, കോഫി വിത്തോ അങ്ങനെയൊക്കെയുള്ള പരിപാടി. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിക്കകത്ത് പിന്നെ ചാണ്ടി ഉമ്മനോട് ചോദിക്കുന്നു, ചാണ്ടി ഉമ്മനോട് അപ്പം സ്മൃതിയാണോ സുജയാണോ ആരോ ചോദിക്കുന്നുണ്ട്, കല്യാണത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പം അത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കല്യാണം കഴിക്കുന്നില്ല എന്നാണോ തീരുമാനിച്ചത്? അതല്ല ഉദ്ദേശിച്ചത്, ആ ചോദ്യം വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ കൃത്യമായിട്ട് കൗണ്ടർ അടിക്കാൻ ചാണ്ടി ഉമ്മൻ അറിയാം. പക്ഷേ ചാണ്ടി ഉമ്മൻ അഗ്രസീവായിട്ട് അടിക്കാറില്ല എന്നേ ഉള്ളൂ. അതുമാത്രമല്ല, ചാണ്ടി ഉമ്മനിൽ കാണേണ്ട ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ചാണ്ടി ഉമ്മൻ അവിടെ തിരിഞ്ഞു നോക്കിയില്ല. ചാണ്ടി ഉമ്മൻ കാരണം ചാണ്ടി ഉമ്മനെ അറിയാം എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന്, എന്താണ് ഷാഫി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ചാണ്ടി ഉമ്മൻ ഇവിടെയുള്ള മുഴുവൻ MLA മാരും ബാക്കിയുള്ളവരും എല്ലാം അവിടെ വർക്ക് കേന്ദ്രീകരിച്ചപ്പോഴും ചാണ്ടി ഉമ്മൻ പാലക്കാട് പോവുകയോ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്തില്ല. അതേസമയം അതിന് ശേഷം നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ വീടുകൾ കയറി റെക്കോർഡ് ഇടുന്നത് നമ്മൾ കണ്ടു. ഏറ്റവും വലിയ സ്റ്റാർ ക്യാമ്പയിനറായിട്ട് മാറി. കാരണം റീൽസ് ഇട്ട് കളിക്കാനല്ല പോയത്, അങ്ങനെ ചെയ്യുന്നത് കണ്ടു. സ്വരാജിൽ കാണേണ്ടുന്നൊരു ഗുണം ഇത് പിന്നെ ചാണ്ടി ഉമ്മനിലേക്ക് തന്നെ തിരിച്ചു വരാം. അതിന് മുമ്പിൽ സ്വരാജിൻ്റെ ചില കാര്യങ്ങൾ. സ്വരാജിൽ കാണേണ്ടുന്നൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വരാജ് അത്യാവശ്യം CPM ഡിഫൻസിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഗോവിന്ദമാഷ്കൊക്കെ ചില പരിമിതികളുണ്ടായിരുന്നു. പുള്ളി പറയുന്നത് പുള്ളിക്ക് മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല, എനിക്ക് മനസ്സിലാവാറില്ല. സാധാരണഗതി ഞാൻ 2-3 പ്രാവശ്യമൊക്കെ വെച്ച് നോക്കിയാലും പുള്ളിയുടെ പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവാറില്ല. അത് എനിക്ക് അത്രയും വിവരമില്ലാത്തതുകൊണ്ടായിരിക്കും ഞാൻ കരുതുന്നത്. പക്ഷേ അതിനുശേഷം സ്വരാജ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി നിൽക്കേ CPM-ന് അങ്ങനെ ഔദ്യോഗിക വക്താവെന്ന് പറഞ്ഞൊരു പദവിയില്ല. CPM-ൻ്റെ പാർട്ടിയുടെ കാര്യങ്ങൾ പറയുക, പിന്നെ പാർട്ടിയുടെ സെക്രട്ടറിയാണ് പറയുന്നത്. ആ സെക്രട്ടറി പറയുന്നതിന് പകരം സ്വരാജിനെ ഏൽപ്പിച്ചു ഈ പണി. അപ്പോഴാണ് സ്വരാജ് എല്ലാത്തിനും ഏത് ചോദ്യങ്ങൾ വന്നാലും അത് സ്വരാജ് വളരെ സമചിത്തതയോടെ മനസ്സിലാവുന്ന ഭാഷയിൽ, കുറിക്കുകൊള്ളുന്ന ഭാഷയിൽ, എന്നാൽ ചിരിച്ചുകൊണ്ട് കൃത്യമായി മറുപടി പറയാൻ തുടങ്ങി. ഏത് ചോദ്യത്തെയും ഫേസ് ചെയ്യാനുള്ള ആർജവവും ആത്മബലവും അറിവും അത് സ്വരാജിനുണ്ട്. അതിനെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അതിനുള്ള ഭാഷാ പ്രാവീണ്യമുണ്ട് സ്വരാജിന്. അങ്ങനെയാണ് സ്വരാജ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇടതുമുന്നണി ഇപ്പം നിൽക്കുന്ന ഒരു സ്ഥിതിയിൽ നിൽക്കുന്നതിൻ്റെ കാരണം റിസൾട്ട് എന്തോ ആവട്ടെ, അവരുടെ പ്രവർത്തകരുടെ ആത്മവീര്യം തിരിച്ചു പിടിക്കുന്നതിലും സ്വരാജിൻ്റെ ആ പത്രസമ്മേളനങ്ങൾ വലിയ പങ്കുവഹിച്ചു എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. ആദ്യ കേരളത്തിൻ്റെ 2 വാഗ്ദാനങ്ങൾ എന്ന് വേണമെങ്കിൽ സ്വരാജിനെക്കുറിച്ചും ചാണ്ടി ഉമ്മനെക്കുറിച്ചും നിസ്സംശയം പറയാം. ഇപ്പം കാരണം ഒരു തലമുറ മാറി അടുത്ത ജനറേഷനിലേക്ക് വരിക. അടുത്ത ജനറേഷനിനകത്ത് ഏറ്റവും പ്രതീക്ഷ വെക്കാവുന്ന UDF-ൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷ വെക്കാവുന്ന ഒരാളായിട്ട് ചാണ്ടി ഉമ്മനും, ഇപ്പുറത്ത് ഇടതുമുന്നണിയുടെ ഭാഗത്തുനിന്നും CPM-ൻ്റെ ഭാഗത്തുനിന്നും ഏറ്റവും പ്രതീക്ഷ വെക്കാവുന്ന ഒരാളായിട്ട് സ്വരാജിൻ്റെ സ്കില്ല് കൂടുതലും ഓർഗനൈസ് ചെയ്യുന്നതിനകത്ത്, പിന്നെ സംഘടനാ രംഗത്താണ്. സ്വരാജുമായിട്ടെന്ന് പറഞ്ഞാൽ എനിക്കൊരു 10-30 വർഷത്തെ പിന്നെ വ്യക്തിപരമായിട്ടുള്ള പിന്നെ വളരെ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നതാണ്. ഇപ്പം അതേപോലെ ആ സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഇല്ല, വിളിക്കാറോ പറയാറോ ഒന്നുമില്ല. എപ്പോഴെങ്കിലും അപൂർവമായി നമ്മളെന്തെങ്കിലും കാര്യത്തിനൊന്ന് വിളിക്കുക എന്നുള്ളതല്ലാതെ വിളിക്കാറില്ല. ക്യാമ്പസ് കാലഘട്ടം തൊട്ട് എനിക്കറിയാവുന്നതാണ്. സ്വരാജിനെ എനിക്കിപ്പോഴും ഓർമ്മയുള്ളത്, ഞാൻ മഞ്ചേരി സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ പിന്നെ മഞ്ചേരി SFIയുടെ ഏരിയ സമ്മേളനത്തിനകത്ത് സ്വരാജ് സംസാരിക്കുമ്പം ആ സംസാരം കേട്ടിട്ട് ഞാൻ കൂടെയുള്ളവരോട് പറഞ്ഞു, ഇവൻ നാളെ ഒരിക്കൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആവുമെന്ന് പറഞ്ഞു. അന്ന് എല്ലാവരും എന്നെ കളിയാക്കി, എൻ്റെ കൂടെയുള്ളവർ, നീ എന്തേ പറയുന്നത്, സംസ്ഥാന സെക്രട്ടറി ആകുക. പക്ഷേ പിന്നീട് സ്വരാജ് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായി. ഞാൻ സ്വരാജിൽ കണ്ട രണ്ടാമത്തെ ഒരു ക്വാളിറ്റി സ്വരാജിൻ്റെ ഓർമ്മശക്തിയാണ്. സ്വരാജ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആവുന്ന സമയത്ത് എൻ്റെ നാട്ടിലെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പിന്നെ സ്വരാജിനെ കിട്ടുമെന്നുള്ളത്. എന്നാൽ പിതൃശൂന്യ പത്രപ്രവർത്തകർക്കൊക്കെയുള്ള പിന്നെ വാക്ക് പ്രയോഗം വന്നിരിക്കുന്ന സമയത്ത് VS-ന് അത് എന്താണെന്നുള്ളത് മനസ്സിലാവാത്തതുകൊണ്ട് VS സ്വരാജിനെ തള്ളിപ്പറയുകയും ചെയ്തു. അത് VS-നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. സ്വരാജ് പറഞ്ഞത് പിതൃശൂന്യ പത്രപ്രവർത്തകർ എന്നല്ല പറഞ്ഞത്, പത്രപ്രവർത്തനം എന്നാണ് പറഞ്ഞത്. അതിനകത്ത് പിന്നെ അങ്ങനെ തന്നെയുള്ള പത്രപ്രവർത്തനം ഇവിടെ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു കരിസ്മയിൽ നിൽക്കുന്ന സമയത്താണ് സ്വരാജിനെ എൻ്റെ നാട്ടിലെ പരിപാടിക്ക് വിളിക്കുമ്പം അതിൻ്റെയും വർഷങ്ങൾക്ക് മുമ്പ് ക്യാമ്പസിൽ ഞാൻ നടത്തിയൊരു പ്രസംഗത്തെക്കുറിച്ചാണ് സ്വരാജ് പറയുന്നത്. അവിടെ തന്നെ ഒരാളുണ്ടല്ലോ പ്രസംഗിക്കാമെന്ന് ചോദിച്ചിട്ട്, അപ്പോൾ എൻ്റെ ആ പ്രസംഗത്തെ കൂട്ടി ചെയ്തിട്ട് എന്നോട് പറഞ്ഞ് ഞാൻ ഓർത്തിരിക്കുന്നു. അപ്പോൾ 2 സ്വരാജ് സർവകലാശാല യൂണിയൻ്റെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. സർവകലാശാല യൂണിയൻ്റെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ സാധാരണ ഈ കോളേജ് യൂണിയനും സർവകലാശാല യൂണിയൻ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണഗതിയിൽ സെലിബ്രിറ്റികളെയാണ് വേണ്ടത്. സിനിമാ നടന്മാരെ ആരെങ്കിലും കിട്ടണം. അതിനിപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ച ആളെ കിട്ടിയാലും മതി. ഇതാണ് പിള്ളേർക്ക് വേണ്ടത് അന്നത്തെ സമയത്ത്. ഇപ്പോഴാണെങ്കിൽ ബിഗ് ബോസ് താരങ്ങളെ കിട്ടിയാലും മതി. ഇപ്പം ഇഷ്ടം പോലെ സെലിബ്രിറ്റികളെ കിട്ടാൻ തുടങ്ങി. ആരെയും കിട്ടിയില്ലെങ്കിൽ നമ്മളെ സന്തോഷ് വർക്കിയും അലൻ ജോസിനെയും കൊണ്ടായാലും ക്യാമ്പസുകളിൽ അപ്പം ക്യാമ്പസുകളിലെ വിവാദമൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ അന്നെന്ന് പറഞ്ഞാൽ ഈ നടന്മാരെ നടിമാരെ ആരെയും കിട്ടണം.
അത് കിട്ടിയിട്ടില്ലെങ്കിൽ കോളേജ് യൂണിയൻ്റെ അഭിമാന പ്രശ്നമാണ്, സർവകലാശാല യൂണിയൻ്റെ അഭിമാന പ്രശ്നമാണ്. പക്ഷേ എൻ്റെ ക്യാമ്പസിലാണെങ്കിൽ നമ്മൾ സാഹിത്യ രംഗത്തുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ തുടങ്ങി, ഞങ്ങളുടെ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ തുടങ്ങി. സ്വരാജ് സർവകലാശാല യൂണിയൻ ചെയർമാനാകുമ്പം സ്വരാജ് വിവിധ ക്യാമ്പസുകളിൽ സാഹിത്യ ശില്പശാലകളും സാഹിത്യ സംവാദങ്ങളും സംഘടിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ സംഘടിപ്പിച്ച് പിന്നെ ഞാനന്ന് ക്യാമ്പസ് വിട്ടെങ്കിലും എൻ്റെ ക്യാമ്പസിൽ തന്നെ കൊണ്ടുവരുന്ന UK കുമാരനെയും KP രാമനുണ്ണിയും കൊണ്ടുവന്നിട്ട് ആദ്യം ഒരു സെമിനാർ നടത്തുന്നു. ഞാനാണ് അവർ രണ്ടുപേരും അറേഞ്ച് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് സ്വരാജിൻ്റെ ക്യാമ്പസിൻ്റെ അവിടെ സ്വരാജ് പഠിച്ച കോളേജിൽ സ്വരാജ് കൊണ്ടിരുന്നത് T പത്മനാഭനെയും P സുരേന്ദ്രനെയൊക്കെ ഉൾപ്പെടെയുള്ളവരെയൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ നിരന്തരമായ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ. അന്നെനിക്ക് തോന്നുന്ന സർഗാത്മക യൗവനം എന്നുള്ള ഒരു ഒരു മുദ്രാവാക്യം തന്നെ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഭാഗമായിട്ട് സ്വരാജ് ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. അങ്ങനെ കൃത്യമായിട്ട് ക്യാമ്പസ് രാഷ്ട്രീയത്തിനകത്ത് പതിവ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളുടെ ഇവരും മറ്റേത് കോളേജ് എന്ന് പറഞ്ഞാൽ ഗാനമേള വേണം, ഇതൊക്കെയാണ്. അതിനൊക്കെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറേ രീതികൾ സ്വരാജ് കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല അന്നൊക്കെ സ്വരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ പരിചയപ്പെടുത്തുന്നതിനകത്തും വളരെ എൻ്റെ വ്യക്തിപരമായ ചില അനുഭവങ്ങൾ കൂടി പറയുകയാണ്. ആളുകളെ പരിചയപ്പെടുത്തുന്നതിന് ഇപ്പോൾ നമ്മുടെ മന്ത്രി MB രാജേഷിൻ്റെ ഭാര്യ നിനിത കണിച്ചേരി യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ ആകുമ്പം ഞാനൊന്ന് ക്യാമ്പസൊക്കെ വിട്ടിങ്ങനെ നിൽക്കുക, നമ്മൾ വെറുതെ പരിപാടി കാണാൻ വേണ്ടി പോയതാണ്, വിളിച്ചു കൊണ്ടുപോയി പരിചയപ്പെടുത്തും. ആ രീതിയിലുള്ള സ്വരാജ് ആളുകളെ തിരിച്ചറിയുന്നതിനകത്തൊരു കഴിവുണ്ടായിരുന്നു. ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് ചാണ്ടി ഉമ്മൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണെന്ന് സ്ത്രീ മരിച്ച സമയത്ത് ചാണ്ടി ഉമ്മൻ ഉടനടി തിരുവഞ്ചൂർ ഇടപെടുന്നതിന് മുമ്പ്, അവിടുത്തെ MLA ആയിട്ടുള്ള തിരുവഞ്ചൂർ ഇടപെടുന്നതിന് മുമ്പ് ചാണ്ടി ഉമ്മൻ സ്ഥലത്തെത്തുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. എന്നാലോ അക്ഷോഭ്യനായിട്ടാണ് സംസാരിക്കുക. വൈകാരികമായി വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ പോലീസുകാരെ തല്ലാനും പിടിക്കാനും തന്തയ്ക്ക് വിളിക്കാനും ഇതിനൊന്നും പോകാറില്ല. ഈവൻ പിണറായി വിജയനെക്കുറിച്ച് പോലും പറയുമ്പോൾ ഉമ്മൻചാണ്ടി രോഗ അവസ്ഥയിൽ നിൽക്കുമ്പോൾ പിണറായി വിജയൻ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുമായിരുന്നു എന്നുള്ളത് ചാണ്ടി ഉമ്മൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു മഹത്തായ കാര്യമാണ്. മറ്റേത് വേണമെങ്കിൽ ഇല്ലാത്തതൊക്കെ പറയാം. ചാണ്ടി ഉമ്മൻ ഉള്ള കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ, ഇല്ലാത്തൊരു കാര്യം പറയാറില്ല. രാഷ്ട്രീയമായിട്ടുള്ള ശത്രുത വെച്ചുകൊണ്ട് വായിൽ തോന്നുന്നു വിളിച്ച് പറയുന്നൊരു സമീപനം ചാണ്ടി ഉമ്മനില്ല. എനിക്കൊന്നും അത്ര ക്ഷമ കിട്ടത്തില്ല. ഞാൻ നല്ലവരോട് നല്ല രീതിയിലും മറ്റേ തമിഴ് സിനിമയ്ക്കകത്ത് പറഞ്ഞ പോലെ നല്ലവർക്ക് നല്ലവരെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് സാധനമുണ്ട്. അപ്പം കെട്ടവർക്ക് കെട്ടവരെന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പം നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനേക്കാൾ ഒപ്പുറം നാലരട്ടി തിരിച്ച് അത് നമ്മളെ നാക്കുകൊണ്ടും നമ്മളെ എഴുത്തുകൊണ്ടും നമ്മൾ തിരിച്ചു കൊടുക്കുന്ന സ്വഭാവമുണ്ട്. ചാണ്ടി ഉമ്മനൊക്കെ അവിടെയൊക്കെ കുറച്ചുകൂടി സ്പിരിച്വലാണ് ചാണ്ടി ഉമ്മൻ. ചാണ്ടി ഉമ്മനും സ്വരാജിനുമുള്ള പൊതു സ്വഭാവങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന്, ഈ രണ്ടുപേരും യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണ്. രണ്ടുപേരും സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ദൈവവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള രീതിയിലല്ല പറഞ്ഞത്, അല്ലാത്തൊരു സ്പിരിച്വാലിറ്റി ഉണ്ടല്ലോ ഒരു മനുഷ്യൻ്റെ, ആ രീതിയിലുള്ള സ്വന്തമായ ഒരു ഫിലോസഫി രണ്ടുപേർക്കും ഉണ്ട് ജീവിതത്തിൽ. അത് എനിക്ക് സ്വരാജിൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. രണ്ടുപേർക്കും നല്ല വായനയുണ്ട്, വളരെ ആഴത്തിലുള്ള വായനയുണ്ട്. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ ചാണ്ടി ഉമ്മൻ ഇപ്പോൾ 2 വർഷം മുമ്പാണ് എനിക്കൊരു രണ്ട് പുസ്തകങ്ങൾ തന്നിട്ട് എന്നോട് പറഞ്ഞ് വായിച്ചിട്ട് അഭിപ്രായം പറയണമെന്ന് പറഞ്ഞ്, വേറെ എൻ്റെ അടുത്ത് കോപ്പി ഇല്ല തിരിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ചു തരാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വരവൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ അവിടെ വന്ന് മേടിച്ചോളാം എന്ന് പറഞ്ഞ് തന്നു. പക്ഷേ എൻ്റെ വായനയൊന്നും വേണ്ടത്ര സ്വഭാവം നടക്കാത്തതുകൊണ്ട് വായന നടന്നില്ല. അപ്പോൾ ചാണ്ടി ഉമ്മൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കരുതുന്ന പോലെയല്ല, ചാണ്ടി ഉമ്മൻ ഇത് പ്രകടിപ്പിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇവിടെയുള്ള മറ്റേ ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലും ചെയ്ത പോലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഒരു ബാഗ് നിറച്ച് പുസ്തകം റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് പുസ്തകം എടുത്ത് പോലീസുകാരുടെ മുമ്പിൽ നിന്ന് തുറന്ന് കാണിച്ചതുപോലെയുള്ള അഭ്യാസങ്ങൾക്ക് നിൽക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ റീൽസ് കുട്ടപ്പനാവാൻ നിൽക്കുന്നില്ല എന്നേ ഉള്ളൂ. നല്ല വായനയുണ്ട്, നല്ല അറിവുണ്ട്, നല്ല പശ്ചാത്തലമുണ്ട്. ചാണ്ടി ഉമ്മൻ ഇപ്പോൾ സ്വരാജിനെ പോലെ സ്വരാജ് SFIയിലൂടെ കടന്നു വന്ന പോലെ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റും ഒക്കെ ആയിട്ട് നേരത്തെ വരേണ്ടതായിരുന്നു. പക്ഷേ ഉമ്മൻചാണ്ടി എന്ത് ചെയ്തു, എൻ്റെ മക്കളെ അങ്ങനെ ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ വെട്ടിയതാ, അച്ഛനെയും വെട്ടിയതാ ഉമ്മൻചാണ്ടി. ഇപ്പം അതേ വൈകാരികമായ തീരുമാനമാണ് ചാണ്ടി ഉമ്മനും സമീപകാലത്തെടുത്തത്. ചാണ്ടി ഉമ്മൻ എടുത്തത് മറിയം ഉമ്മൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാവും എന്നുള്ള ഒരു രാഷ്ട്രീയത്തിൽ വരുന്നതല്ല, സ്ഥാനാർത്ഥിയാവും എന്നുള്ള ഒരു വാർത്തകൾ സംഘടിച്ച സമയത്ത് ചാണ്ടി ഉമ്മൻ പറഞ്ഞത് കുടുംബത്തിൽ നിന്ന് ഒരാളെ മത്സരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. മറിയം ഉമ്മൻ മത്സരിക്കുകയാണെങ്കിൽ ഞാൻ മത്സരിക്കില്ല എന്നാണ് തീരുമാനിക്കുന്നത്. കാരണം UDF മിനിസ്ട്രി വന്നാൽ ഒരു മന്ത്രിയാവാൻ സാധ്യതയുള്ള ആളാണ്. പക്ഷേ എന്നാൽ പോലും കുടുംബത്തിൽ നിന്ന് ഒരാൾ, അത് അപ്പോഴുള്ള കാലത്തുള്ള പോളിസിയാണ്, കുടുംബത്തിൽ നിന്ന് ഒരാളെ മത്സരിക്കുകയുള്ളൂ, പാർലമെൻ്ററി പൊളിറ്റിക്സിലുണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. നമ്മളതിനോടുള്ള വിയോജിപ്പ് പറഞ്ഞിട്ടുണ്ട്. കാരണം പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും രാജ്യസഭയിലും ലോക്സഭയിലുമായിട്ട് 3 പേരും MPമാരായിട്ടിരിക്കുക. അങ്ങനെയുള്ളൊരു പാർട്ടിക്കകത്ത് BC ശുക്ലയും SC ശുക്ലയും മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയായിട്ട് ഒരുമിച്ചിരുന്നിട്ടുണ്ട് സഹോദരങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പാർട്ടിക്കകത്ത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമുക്കൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ചാണ്ടി ഉമ്മന് ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകളുടെ ഭാഗമാണ് പാലക്കാട് ബൈ ഇലക്ഷന് പോകാതിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഞാൻ പോകുന്നില്ല എന്നുള്ളത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണെന്നുള്ളതും ഷാഫി എന്താണെന്നുള്ളതും കൃത്യമായി പഠിച്ചിട്ടുണ്ട്. വേണ്ട, ഇപ്പോൾ ഈ കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ പലരും
ഇപ്പോൾ ഈ ശ്രീനാദേവി കുഞ്ഞമ്മയെ വലിയൊരു സ്റ്റാറിനെ പോലെ കൊണ്ടു കിടക്കുന്ന പോലെ, കാരണം അവരെ വിചാരം പുള്ളിക്കാരി ഏറ്റവും വലിയ സെലിബ്രിറ്റി എന്നുള്ളതാണ്. ചാണ്ടിയുമ്മൻ്റെ പുതുപ്പള്ളിയിലോട്ട് അടുപ്പിച്ചില്ല, അതിൻ്റെ ആവശ്യമില്ല ചാണ്ടിയുമ്മൻ. പിന്നെ ചാണ്ടിയുമ്മൻ എടുത്തിട്ടുള്ള സമീപനം എന്താ? ചാണ്ടിയുമ്മൻ ഇപ്പം തന്നെ ഈ പയ്യൻ മരിച്ചപ്പോൾ ഉടനെയോടുകൂടി എത്തി. ചാണ്ടിയുമ്മൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി അല്ല പയ്യൻ്റെ വീട് നിൽക്കുന്നത്. ആ പയ്യൻ്റെ ഈ പിന്നെ ആത്മഹത്യക്ക് ശേഷം അതും അധ്യാപകൻ എന്തെങ്കിലും കഴിഞ്ഞ ദിവസം നടപടി എടുത്തിട്ടുണ്ട്, അയാളെ പുറത്താക്കി. കാരണം പെൺകുട്ടികളാണ് ഏറ്റവും അതിനകത്ത് കാരണം ഇത്രയും കാലം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് വലിയ പ്രവേശനം ഇല്ലാതെ നിന്നിരുന്ന സ്ഥലമാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ അനിവാര്യതയെ ആ അനിവാര്യതയെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തിയ ഒരു ഘട്ടവും കൂടിയാണിത്. സംഘടിതമായിട്ടുള്ളൊരു സ്വഭാവം വേണമെന്നുള്ളത് എന്ന് എഴുതിയിട്ട് സംഘടിപ്പിച്ച് എതിർ പാർട്ടിക്കാരനെ അടിക്കുന്ന പരിപാടിക്കല്ല. അതിന് SFI ആണെങ്കിലും KSU ആണെങ്കിലും പോയി കഴിഞ്ഞാൽ മര്യാദകളാണ്. വീണ്ടും ചാണ്ടിയുമ്മലിലേക്ക് വരാം. ചാണ്ടിയുമ്മൻ അവിടെ ആ സ്ഥലത്തെത്തി. ഇപ്പോൾ അടുത്ത കാര്യം, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനകത്ത് കഴിഞ്ഞ ദിവസം BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള CK പത്മനാഭൻ പറഞ്ഞത് ചാണ്ടിയുമ്മൻ ഒരു മഹാമാതൃകയാണ്. ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഒരു പുതിയ രീതി, ഒരാശയം പ്രചരിപ്പിച്ചു. അങ്ങനെ എല്ലാവരും ഫ്ലെക്സും കട്ടൗട്ടും വെക്കുമ്പം ഫ്ലെക്സ് ഇല്ല, കട്ടൗട്ടില്ല, പോസ്റ്ററുകളുടെ എണ്ണം അങ്ങനെ ഇല്ല, അങ്ങനത്തെ പ്രചാരണങ്ങളില്ല, കൊട്ടിക്കലാശമില്ല. മറ്റേത് ഇവർക്ക് ജയിച്ചാലും തോറ്റാലും ഒരു ദിവസം ഒന്ന് കൈവീശി വണ്ടിക്കകത്ത് ഇങ്ങനെ കുറേ റാലിയൊക്കെ ആയിട്ട് പോകുന്നതിനകത്ത് ആഹ്ലാദം കണ്ടെത്തുന്ന അഴകിയ രാവണന്മാരുടെ കാലഘട്ടത്തിനകത്ത് ഈസി ആയിട്ട് ജയിക്കുന്ന മണ്ഡലത്തിൽ വരെ ഞാൻ ഒരു സ്ഥാനാർത്ഥിയോട് പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത്രയും പൈസ മുടക്കിയിട്ട് വെക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ എന്തായാലും ഈസി വാക്ക് ഓവറാണ്, നിങ്ങൾ ജയിക്കാൻ പോകുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അല്ല കുഴപ്പമില്ല ഫണ്ട് വരുന്നുണ്ട് ഇഷ്ടം പോലെ എന്നാണ് പറഞ്ഞത്. കാരണം ഏതാ സ്ഥലമെന്ന് ഞാൻ പറയുന്നില്ല, ഏതാ സ്ഥാനാർത്ഥി എന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. CBയുടെയും വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞു. രാത്രിയൊക്കെ പുള്ളിയുടെ വലിയ ഫ്ലെക്സുകളൊക്കെ ഫുള്ള് ലൈറ്റിലാണ് കുളിച്ച് നിൽക്കുക. കാരണം അതിനകത്തൊരു ആത്മരതിയാണ് ഇന്ന് ഇത് കണ്ട് സ്വയം ഈ ഓർഗാസം സംഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇവരെത്തിപ്പോകുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പുതിയ രീതിയിലുള്ള ഒരു സാധനം, ഒരു പ്രചാരണ രീതി ചാണ്ടിയുമ്മൻ ആവിഷ്കരിച്ചത്. അതുകൊണ്ട് ചാണ്ടിയുമ്മൻ എന്തായാലും അവിടെ ജയിക്കുകയും ചെയ്യലും അംശമൊന്നുമില്ല. അപ്പോൾ വോട്ടെണ്ണുന്നതിന് മുമ്പ് നമുക്ക് ഉറപ്പിച്ച് പറയാം അവിടെ കൃത്യമായിട്ട് അതുമല്ല. അവസാനം ആ കറുത്ത ഡ്രസ്സ് ഇട്ടിട്ട് പ്രതിഷേധ സൂചകമായിട്ട് വന്നത്. ഇവിടെ കറുത്ത മുണ്ട് കൊടുത്തിട്ട് ആരെങ്കിലും വരുമോ? ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ നടക്കുമോ? അപ്പോൾ ആ സമയത്തൊക്കെ ഒരു വ്യത്യസ്തമായ രീതികളുണ്ട്. BJPക്കാർ ചാണ്ടിയുമ്മൻ്റെ MLA ഓഫീസിലേക്ക് സമരം നടത്തി, പ്രക്ഷോഭം നടത്തിയിട്ട് അവർ അവിടെ പിക്കറ്റിംഗ് എന്തോ നടത്താൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞപ്പം അവിടുത്തെ പ്രാദേശിക വിഷയമായിട്ട് ബന്ധപ്പെട്ട പോലീസൊക്കെ വന്നപ്പോൾ ചാണ്ടിയുമ്മൻ പറയുക, നിങ്ങളിവിടെ നിൽക്കേണ്ട, നിങ്ങൾ പോകുന്നു, പോലീസിനോട് പോകാൻ പറയുക. എന്നിട്ട് ചാണ്ടിയുമ്മൻ സമരക്കാർക്കിടയിലോട്ട് ചെന്നിട്ട് സംസാരിക്കുക. അപ്പോൾ പിന്നെയും പോലീസ് വരുമ്പോൾ നിങ്ങളോട് പോകാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് സമരക്കാരുമായിട്ട് അവസാനം ലോക്യത്തിലാകുക ചാണ്ടിയുമ്മൻ. എല്ലാവരുമായിട്ട് സംസാരിച്ച് എല്ലാവരുമായിട്ട് കൈകൊടുത്ത് പോരുന്നു. അപ്പോൾ ഇതൊരു പുതിയ രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതായത് ഇനി വരാൻ പോകുന്ന ഒരു 10 വർഷത്തിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയം എടുത്ത് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു തലമുറയുടെ ഒരു കാലഘട്ടത്തിന് ശേഷം വരുമ്പോൾ ഇപ്പോൾ ഉള്ള യുവ നേതാക്കന്മാരുടെ ഇടയിൽ നിന്ന് അതായത് ഒരു ബിലോ 50 നിൽക്കുന്ന സ്വരാജിനിപ്പം 47 നിന്ന് 48 എത്തുന്നു. ചാണ്ടിയുമ്മന് 40 വയസ്സ് അങ്ങനെ മനസ്സിലാക്കുന്നത്. അപ്പം ഈ പുതിയ തലമുറയ്ക്കകത്ത് 50 വയസ്സിന് താഴെയുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് ഈ 10 വർഷം കഴിയുമ്പോഴത്തേക്ക് കേരള രാഷ്ട്രീയം നിയന്ത്രിക്കാൻ പറ്റുന്ന, അതുവരെ കോൺഗ്രസിന് ആയുസുണ്ടെങ്കിൽ കേട്ടോ, CPM ബംഗാളിലെ പോലെ ഇല്ലാതാകുകയും കോൺഗ്രസ് ഉത്തരേന്ത്യയിലെ പോലെ ഇല്ലാതാകുകയും ചെയ്തിട്ട് ഇവിടെ BJP അപ്പോഴത്തേക്ക് വിഴുങ്ങുകയാണെന്നുണ്ടെങ്കിൽ രക്ഷയൊന്നുമില്ല. അതല്ല, ഈ രണ്ട് പാർട്ടിയും ഇപ്പോഴുള്ള അതേ ആരോഗ്യത്തോടുകൂടി നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ പാർട്ടിയെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി നയിക്കാൻ കെൽപ്പുള്ളവരായിട്ട് മാറുന്നവർ ഇവർ രണ്ടുപേരുമായിരിക്കും. ഇവരിലൊരാൾ മുഖ്യമന്ത്രിയും ഒരാൾ പ്രതിപക്ഷ നേതാവും ഒക്കെ ആയിട്ട്. അത് ആര് വരത്തില്ല എന്നും പറയാൻ പറ്റില്ല. അങ്ങനെ വരുന്നൊരു കാലഘട്ടം, അല്ലെങ്കിൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് സ്വരാജ് വരുന്നൊരു കാലഘട്ടമൊക്കെ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതൊരു പക്ഷേ ഈ സ്വരാജും ചാണ്ടിയുമ്മനും രണ്ട് മുന്നണികളുടെയും തലപ്പത്ത് നിൽക്കുന്നതായിട്ട് വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്തു നോക്ക് സിബി. അതിൻ്റെ ഒരു സൗന്ദര്യം എന്തായിരിക്കും എന്നുള്ളത്. കാരണം വളരെ സർഗാത്മകമായ ഒരു രാഷ്ട്രീയമായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ തന്തയ്ക്ക് വിളികളുണ്ടാവത്തില്ല, ആക്രോശങ്ങളുണ്ടാവത്തില്ല. അവനവൻ്റെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞ് അവതരിപ്പിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായി, അതായത് നമ്മുടെ ഏതോ കാലത്ത് നമുക്ക് നായനാരുടെയോ EMSൻ്റെയും ആർ ശങ്കറിൻ്റെയും അതേപോലെ തന്നെ നായനാരും കരുണാകരനും ഒക്കെ തമ്മിലുണ്ടായിരുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്ന ആ കാലത്തെ നമ്മളൊക്കെ വഴിയിലെവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോയ, കൈമോശം വന്ന നമ്മളെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം തിരിച്ചു പിടിക്കാൻ ഒരു 10 വർഷത്തിനുള്ളിൽ തന്നെ സ്വരാജിലൂടെയും ചാണ്ടിയുമ്മലിലൂടെയും കഴിയും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ.